ഇന്ന് കറിക്കുള്ള മീനിൻ്റെ കൂടെ കായൽ കക്കയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കായൽ കക്ക നമുക്ക് റോസ്റ്റ് ചെയ്യാം. അപ്പം നൊത്തോലി കൊണ്ട് പുളിമുളകാണ് വെക്കുന്നത്. അപ്പം പുളിമുളകിൻ്റെ അരപ്പെല്ലാം റെഡിയാക്കി അടുപ്പിലാക്കിയതിന് ശേഷം കക്കയിൽ മസാലയെല്ലാം ചേർത്ത് കുറച്ചധികം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ടുണ്ട്. വയറിന് പ്രശ്നം വേണ്ടാന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം താളിച്ച് നമുക്കിതങ്ങ് അടുപ്പിലാക്കാം. അപ്പോൾ ഇറക്കാൻ നേരം ടേസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ അത്ര പോരാന്ന് തോന്നി. പിന്നെ റോസ്റ്റിനെ ഞാനങ്ങ് വരട്ടിയെടുത്ത്. അതിന് ശേഷം ഞാൻ സാമ്പാർ ഫ്രിഡ്ജിൽ ഇരുന്നതെടുത്ത് ചൂടാക്കി താളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ചൂര അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ മീൻകറിയിലുള്ള നൊത്തോലി ഇട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കുറച്ച് നൊത്തോലി ബാലൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി ഞാൻ ഫ്രൈ ആക്കി എടുത്ത്. ഇനി നമുക്ക് പയറൊന്ന് മെഴുക്ക് പുരട്ടിയാക്കി എടുക്കണം. അപ്പം മീൻകറിയൊക്കെ വളരെ കുറച്ച് മാത്രം ചെയ്തെടുത്ത് എന്താണെന്നറിയോ, ഉച്ചയ്ക്കത്തേക്ക് മാത്രം മതി. രാത്രി നമുക്ക് ചിക്കനും ചപ്പാത്തിയുമാണ്. അപ്പോൾ ഇതിനി വെച്ചിരുന്ന് കഴിഞ്ഞാൽ ആരും കഴിക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടി വഴിച്ച് തുടച്ച് കൊണ്ടുപോയി വെച്ചാൽ എല്ലാവരും കൂടെ കൈയിടുമ്പോൾ അതങ്ങ് തീരും. അല്ലെങ്കിൽ പിന്നെ അത് വെച്ചിരുന്നെടുത്ത് കളയേണ്ടി വരും. അങ്ങനെ ഞങ്ങളിതെല്ലാം കൂട്ടി ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.